ഹരേ കൃഷ്ണ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടതയേറിയ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയായി ജനിച്ച് ചൂഷണങ്ങളിൽ ഏർപ്പെടാതെ മരണം പ്രാപിക്കുക എന്നത് തന്നെയാണ്. കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സ്ത്രീ സമൂഹം തന്നെയാണ്. ഇതിഹാസങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായി ഉദാഹരണങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കും. ത്രേതായുഗത്തിൽ സീത, ശ്രീരാമ, ലക്ഷ്മണന്മാർ വനവാസത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം അവരുടെ മാതാവായ കൈകൈ എന്നുള്ളൊരു സ്ത്രീയാണ്. അവരെ ഇതിനായി പ്രേരിപ്പിച്ചത് കൈകയുടെ ദാസിയായ മന്ധര എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇനി വനവാസ കാലഘട്ടത്തിലാവട്ടെ സീതാദേവിക്ക് അത്രയേറെ വലിയ ക്രൂരതയായ സീതാഹരണം എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി നേരിടാനുള്ള ഏറ്റവും വലിയ കാരണം ശൂർപ്പണഖ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. രാവണന്റെ സഹോദരിയാണ് ഈ സ്ത്രീ. ഇനി ദ്വാപര യുഗത്തിലേക്ക് വരുമ്പോൾ അവിടെ മഹാഭാരതത്തിൽ കുരുവംശത്തിൽ സത്യവതി എന്ന സ്ത്രീ, ശന്തനു മഹാരാജാവിന്റെ ഭാര്യയായ സത്യവതി എന്ന സ്ത്രീ കാരണം കൊണ്ടാണ് അംബയ്ക്കും അംബികയ്ക്കും അംബാലിക എന്ന 3 സ്ത്രീകൾക്കും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതേ സത്യവതി കാരണം കൊണ്ട് തന്നെയാണ് ഗാന്ധാരി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതവും ഹോമിക്കപ്പെടുന്നത്. ഇനി പാണ്ഡു മഹാരാജാവിന്റെ ഭാര്യയാവുന്ന കുന്തി ദേവിയുടെ ജീവിതം കഷ്ടതയിലാവുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ദ്വിതീയ പത്നിയായ മാധുരി ദേവി കാരണം കൊണ്ടാണ്. ഇനി യജ്ഞസേനിയായ ദ്രൗപദിക്ക് അത്രയേറെ കഷ്ടതകൾ, അത്രയേറെ ദുരനുഭവങ്ങൾ ആ ഒരു സദസ്സിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്നപ്പോഴും അവരുടെ പക്ഷം നിന്ന് സംസാരിക്കാൻ ഒരു സ്ത്രീയുടെ നാവും പൊന്തിയില്ല. ഇനി നമുക്ക് കലിയുഗത്തിലേക്ക് വരാം. ഒരു സ്ത്രീ തന്നെയാണ് ഋതുമതിയാവേണ്ടതും, ഒരു സ്ത്രീ തന്നെയാണ് വിവാഹിതയായി ഭർതൃഗൃഹത്തിൽ പോകേണ്ടതും, ഇതേ സ്ത്രീ തന്നെയാണ് മാതാവാവേണ്ടതും, ഇതേ സ്ത്രീ തന്നെയാണ് പരിപാലനം നടത്തേണ്ടതും. ഒരു പക്ഷേ അവൾക്ക് മാതാവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആരോപണങ്ങളും സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെയായിരിക്കും അവൾക്ക് ലഭിക്കുക. ഒടുവിൽ ഇതേ സ്ത്രീ തന്നെയാണ് വിധവ എന്ന പദത്തിൽ എത്തിച്ചേരുന്നത്. സ്ത്രീകൾക്ക് നേരെ വരുന്ന ചൂഷണങ്ങൾ ഒരിക്കലും സ്ത്രീകൾ കാരണം കൊണ്ട് മാത്രമല്ല, പക്ഷേ ഇതിൽ വലിയൊരു പങ്ക് സ്ത്രീകൾ തന്നെയാണ് വഹിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.